ഫ്രണ്ട്ലി ആയിട്ട് എക്സ്പെൻസീവ് ആൻഡ് ലക്ഷറി കളേഴ്സ് എന്ന് പറയുന്ന ഒരു സൊഫിസ്റ്റിക്കേഷൻ തരുന്ന കളേഴ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് അധികം കാശൊന്നും ചെലവാണ്ട് എങ്ങനെ എക്സ്പെൻസീവ് ആയിട്ട് ലുക്ക് ആവും. അപ്പോൾ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എക്സ്പെൻസീവ് ആയിട്ട് തോന്നിക്കാനുള്ള ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ദി ഫാഷൻ എപ്പിസോഡ്. സെലിബ്രിറ്റീസിനെ കാണുമ്പോഴായിരിക്കും നമ്മളൊന്ന് ചിന്തിക്കുന്നത് നമുക്കും ഇവരെ പോലെ ഒന്ന് സ്റ്റൈലിഷ് ആയിട്ട് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്റ്റൈല് പോലെ നമുക്കും ഒന്ന് വെയർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഒക്കെ മേടിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കഷ്ടമാണ്. കാരണം നമ്മുടെ കയ്യിൽ അത്രയുള്ള കാശില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കും ഇങ്ങനെ നടക്കാൻ പറ്റുമോ എന്നുള്ളത്, അല്ലേ? പക്ഷേ ഗൈസ്, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ലുക്കിംഗ് എക്സ്പെൻസീവ് എന്ന് പറയുന്നത് കുറേ കാശ് ചിലവാക്കുന്നതോ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് മേടിച്ചിടുന്നതോ ഒന്നുമല്ല. എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോത്ത്സ് ആയാലും അല്ലെങ്കിൽ ഔട്ട്ഫിറ്റ് ആയാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആയാലും നമ്മൾ അതിൽ എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മൾ എക്സ്പെൻസീവ് ആയിട്ട് തോന്നിക്കുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സോ അല്ലെങ്കിൽ ക്ലോത്ത്സോ ഒന്നും മേടിച്ചിടുന്നതല്ല സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മളെങ്ങനെ സ്മാർട്ടായിട്ട് ഏത് ഔട്ട്ഫിറ്റ് ആയാലും സ്മാർട്ടായിട്ട് നമ്മൾ എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നു എന്ന് തന്നെ അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അധികം കാശൊന്നും ചിലവാണ്ട് എങ്ങനെ എക്സ്പെൻസീവ് ആയിട്ട് ലുക്ക് ആവാന്നുള്ളതിൻ്റെ കുറച്ച് സ്റ്റൈൽ സീക്രട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും നിങ്ങളുടെ വാർഡ്രോബിൽ നിങ്ങളുടെ വാർഡ്രോബിൽ എപ്പോഴും ന്യൂട്രൽ പാലറ്റ് കളേഴ്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. കാരണം നിങ്ങൾ നോക്കിയാൽ കാണാം, ലക്ഷറി ബ്രാൻഡ്സിന്റെ ഔട്ട്ഫിറ്റ്സ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ടൈംലെസ് ന്യൂട്രൽ കളേഴ്സ് ആയിരിക്കും. ന്യൂട്രൽ കളേഴ്സിൽ പെടുന്ന കളേഴ്സാണ് ബേജ്, വൈറ്റ്, ബ്ലാക്ക്, നേവി ആൻഡ് ഗ്രേ. കളേഴ്സ് എന്ന് പറയുന്നത് ഒരു സൊഫിസ്റ്റിക്കേഷൻ തരുന്ന കളേഴ്സാണ്. അതുപോലെ തന്നെ സൂപ്പർ ഈസിയാണ് നമുക്ക് മിക്സ് ചെയ്യാനും മാച്ച് ചെയ്യാനൊക്കെ. ഇപ്പം മെൻസിനാണെങ്കിൽ ഒരു ബേജ് അല്ലെങ്കിൽ ഒരു നേവി കളേർഡ് ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ബ്ലേസറൊക്കെ വെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈൽ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ആകും. വിമൻസിനാണെങ്കിൽ ഹെഡ് ടു ടോ മോണോക്രോം ഔട്ട്ഫിറ്റ് ബെസ്റ്റ് ആയിരിക്കും ഇൻ വൺ കളർ. അത് നിങ്ങളുടെ കുറച്ചും കൂടെ ഒരു എലഗൻസ് ആഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ആകും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ ടൈലേർഡ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ സെലക്ട് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലുക്കിംഗ് എക്സ്പെൻസീവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചേരുന്ന ഒരു ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് സെലക്ട് ആക്കുന്നതിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് ഇടുന്നതെങ്കിൽ തന്നെ വേറെ പ്രൈസ് ടാഗൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് കസ്റ്റം മെയ്ഡ് ഫീൽ തരാനായിട്ട് ഹെൽപ്പ് ആകുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ത്രിഫ്റ്റ് സ്റ്റോഴ്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡ്സ് ഒക്കെ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ആക്കാവുന്നതാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഔട്ട്ഫിറ്റ് മിനിമൽ ആൻഡ് ക്ലാസി ആയിട്ട് തോന്നിക്കണമെങ്കിൽ എന്തായാലും ആക്സസറീസ് വെയർ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം മെൻസിനാണെങ്കിൽ ഒരു ക്ലീൻ ആൻഡ് മിനിമൽ ആയിട്ടുള്ള ഒരു വാച്ച് നിങ്ങൾക്ക് വെയർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു ലെതർ ബെൽറ്റ് നിങ്ങൾക്ക് വെയർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു സൺഗ്ലാസ് ഒക്കെ വെയർ ചെയ്യുന്നത് നിങ്ങളുടെ ലുക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ആക്കും. അതുപോലെ വിമൻസിനാണെങ്കിൽ നിങ്ങൾക്ക് പേൾ അല്ലെങ്കിൽ ഗോൾഡ് ജ്വല്ലറി വെയർ ചെയ്യാം. അതുപോലെ ഒരു സ്ട്രക്ചേർഡ് ഹാൻഡ് ബാഗ്, പിന്നെ ഒരു ചിക്ക് സൺഗ്ലാസസ് ഒക്കെ വെയർ ചെയ്യുന്നുണ്ട്. ലുക്ക് കുറച്ചും കൂടെ എലഗൻ്റ് ആയിട്ട് തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ആക്കും. ആക്സസറീസ് സെലക്ട് ആക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസിക് ഡിസൈൻസ് സെലക്ട് ആക്കുക. അത് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നിങ്ങളെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ട് തോന്നിക്കുകയും ചെയ്യും. അടുത്ത കാര്യമാണ് നിങ്ങളുടെ ഔട്ട്ഫിറ്റിന് ചേർന്ന് പോകുന്ന രീതിയിലുള്ള ഷൂസ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറേ ഔട്ട്ഫിറ്റൊക്കെ കണ്ടുപിടിച്ച് വെയർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു ചീപ്പായിട്ടുള്ള ഷൂ ഇട്ട് കഴിഞ്ഞാൽ ഔട്ട്ഫിറ്റ് മൊത്തത്തിൽ കൊള്ളാം, അല്ലേ? അതിനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് സിംപ്ലിസിറ്റി ആൻഡ് ടൈംലെസ് സ്റ്റൈൽസ് ആണ്. അതുപോലെ തന്നെ ഷൂസൊക്കെ പോളിഷ് ആക്കി വെക്കുക. ഇപ്പം മെൻസിനാണെങ്കിൽ നിങ്ങളെ ഒരു സിമ്പിൾ ആൻഡ് ക്ലാസി ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ് വൈറ്റ് ഷൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെൽസ ബൂട്ട്സ് ഒക്കെ. അതുപോലെ വിമൻസിനാണെങ്കിൽ നിങ്ങൾക്കിപ്പം പോയിന്റഡ് ടോ ഹീൽസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ലോഫേഴ്സ്, ബൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ന്യൂട്രൽ ആയിട്ടുള്ള കളേഴ്സ് സെലക്ട് ആക്കാനായിട്ട് നോക്കുക. അതായത് ഇപ്പം വൈറ്റ്, ബ്ലാക്ക്, ബ്രൗൺ പോലുള്ള കളേഴ്സ്. അപ്പോൾ അടുത്തതാണ് ഗ്രൂമിങ് ആൻഡ് പേഴ്സണൽ കെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഡിസൈനർ ഔട്ട്ഫിറ്റ് ആയാലും എന്തായാലും ചിലപ്പോൾ വെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഗ്രൂമിങ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഔട്ട്ഫിറ്റ് വെയർ ചെയ്യുന്നതിലൊരു കാര്യമില്ല. ഇപ്പോൾ മെൻസിനാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഹെയർ ഒക്കെ ട്രിം ചെയ്തിട്ട് അതുപോലെ നിങ്ങളുടെ താടിയൊക്കെ വെൽ ഗ്രൂംഡ് ആയിട്ട് അതുപോലെ നിങ്ങളുടെ നെയിൽസ് ഒക്കെ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലുക്ക് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ വിമൻസിനാണെങ്കിൽ നിങ്ങളുടെ ഹെയറിലെ പോണിറ്റെയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ലുക്ക് എക്സ്പെൻസീവ് ആയിട്ട് തോന്നിക്കും. അതുപോലെ തന്നെ ഫ്രഷും പോളിഷ്ഡ് ആയിട്ടുള്ള നെയിൽസും പിന്നെ ഒരു ഗ്ലോയിങ് സ്കിന്നുമാണ് നിങ്ങളുടെ ലുക്ക് കുറച്ചുകൂടെ എലഗൻ്റ് ആയിട്ട് തോന്നിക്കുന്നത്. ഓരോ സ്കിന്നിനും പറ്റിയ സ്കിൻ കെയർ വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും കയറി ചെക്ക് ചെയ്ത് നോക്കാം.
ലക്ഷറി എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ വെയർ ചെയ്യുന്നു എന്നുള്ളതിലല്ല, നിങ്ങൾ എങ്ങനെ സ്മെല്ല് ചെയ്യുന്നു എന്നുള്ളതിൽ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ സെൻറ്റോ അല്ലെങ്കിൽ സ്പ്രേയോ എപ്പോഴും അടിക്കാനായിട്ട് നോക്കുക. ഇനി അടുത്തൊരു ഫ്രീ ലക്ഷറി ഹാക്കാണ് പോസ്ചറും കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എക്സ്പെൻസീവ് ആയിട്ട് തോന്നിക്കാനുള്ള ഔട്ട്ഫിറ്റൊക്കെ റെഡിയാക്കി, ഇനി നിങ്ങൾ നടത്ത ശരിയല്ലെങ്കിൽ ഇപ്പോൾ വല പോലെ നടന്ന് കുനിഞ്ഞു കൂടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പോയില്ലേ. ഇപ്പോൾ ലക്ഷറി ആയിട്ട് തോന്നിക്കണമെങ്കിലും കുറച്ചുകൂടെ ലുക്കായിട്ട് തോന്നിക്കണമെങ്കിലും ഒക്കെ തന്നെ നിങ്ങളുടെ നടത്തത്തിലും അതുപോലെ നിങ്ങളുടെ പോസ്ചറിലും നിങ്ങളുടെ കോൺഫിഡൻസിലൊക്കെ വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ പോകുന്ന സ്ഥലം നിങ്ങളുടേതായ സ്ഥലമാണെന്നുള്ള രീതിയിൽ, നിങ്ങളുടെ സ്വന്തം സ്ഥലമാണെന്നുള്ള രീതിയിൽ കോൺഫിഡൻസ് ഉണ്ടാക്കി അങ്ങോട്ട് നടക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരാളോട് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നതിന് കുറച്ച് ക്ലാരിറ്റി വേണം, കാമായിട്ട് സംസാരിക്കണം, അതുപോലെ നല്ലൊരു കളക്റ്റഡ് ടോണും വേണം. ഇത്രയൊക്കെയാണ് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ഇനി കുറച്ച് ബോണസ് ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ സെലക്ട് ആക്കുന്ന മെറ്റീരിയൽ എങ്ങനെയുള്ളത് ആണെന്നുള്ളതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. കാരണം നിങ്ങൾ സെലക്ട് ആക്കുന്ന ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നിങ്ങളുടെ മെറ്റീരിയൽ. റൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളിപ്പോൾ സെലക്ട് ആക്കുമ്പോൾ എക്സ്പെൻസീവ് ആൻഡ് ലക്ഷറിയസ് ആയിട്ട് തോന്നിക്കും. അതുകൊണ്ട് തന്നെ സിന്തറ്റിക് ഫാബ്രിക്സ് അല്ലെങ്കിൽ കുറച്ച് തിളക്കമുള്ള രീതിയിലുള്ള മെറ്റീരിയൽസ് ഒന്നും സെലക്ട് ആക്കാണ്ട് കോട്ടൺ, ലിനൻ, വൂൾ ടൈപ്പ് ഫാബ്രിക്സ് ഒക്കെ സെലക്ട് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നതാണ് ലെസ് ഈസ് മോർ. അതായത് നിങ്ങൾക്ക് എത്രയും മിനിമലിസ്റ്റിക് ആയിട്ട് നടക്കാൻ പറ്റുമോ അത്രയും മിനിമലിസ്റ്റിക് ആയിട്ട് നടക്കുന്നത് തന്നെ ലക്ഷറിയസ് ആൻഡ് എക്സ്പെൻസീവ് ലുക്ക് തരാനായിട്ട് ഹെൽപ്പ് ആകുന്ന ഒന്നാണ്. എല്ലാം നിങ്ങൾ സിമ്പിളായിട്ട് വെയർ ചെയ്യാനായിട്ട് നോക്കുക. എക്സസ് ആയിട്ട് ഒന്നും വലിച്ചു വാരി ഇടാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇപ്പം സ്റ്റേറ്റ്മെൻറ്റ് പീസസ് ഒന്നോ രണ്ടോ ആക്സസറീസ് മതി. ഇപ്പോൾ വാച്ച് ആണെങ്കിലും ഇപ്പം വിമൻസിന് ഹാൻഡ് ബാഗ്സ്, ഒരു എലഗൻ ഹാൻഡ് ബാഗ് ആണെങ്കിലും അത്ര തന്നെ മതിയാകും. ഓവറായിട്ട് ആക്സസറി ചെയ്യാണ്ടിരിക്കുക, അത് ഒഴിവാക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡൻസ് ഈസ് ദ കീ. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാൻ നോക്കുക, നല്ലൊരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഐ ടു ഐ കോണ്ടാക്റ്റ് ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ സെൽഫ് കെയറിന് പ്രയോറിറ്റി കൊടുക്കാൻ നോക്കുക. അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ഹെയർ ആയാലും നെയിൽസ് ആയാലും ഒക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. പിന്നെ ഒരു ഹെൽത്തി സ്കിൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലക്ഷറി എന്ന് പറയുന്നത് നിങ്ങളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെയും കൂടെ അടിസ്ഥാനമാക്കിയിട്ടിരിക്കും. അപ്പോൾ ഇത്രയാണ് സിമ്പിളായിട്ടുള്ള ട്രിക്സ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എക്സ്പെൻസീവ് ആൻഡ് ലക്ഷറിയസ് ലുക്ക് തോന്നിക്കാനുള്ള കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൽ ഏത് ടിപ്പാണ് നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യുന്നതെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ബൈ.